ഇവിടെ ഹീറോയെ ഒരു ജോലിക്ക് പോകാതെ നാട് ചുറ്റിക്കൊണ്ടിരിക്കുകയാണ്. അവന്റെ അച്ഛന്റെ കമ്പനിയിലുള്ളവരും എന്റെ മകൻ കാറ് വാങ്ങി, എന്റെ മകൻ വീട് വാങ്ങി എന്നൊക്കെ അഭിമാനത്തോടെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഹീറോയുടെ അച്ഛനെ കളിയാക്കാൻ വേണ്ടി ഒരുത്തനും ചില ആൾക്കാരെല്ലാം അവസാനം വരേക്കും രക്ഷപ്പെടില്ലടോ, അവസാനം വരേക്കും ഗുണം പിടിക്കാത്ത മകനെ വെച്ച് കഷ്ടപ്പെടാൻ പോകാണെന്ന് പറഞ്ഞു. ഇതെല്ലാം കേട്ട ഇയാൾക്ക് സങ്കടമായി. മകൻ അച്ഛന്റെ അവസ്ഥ മനസ്സിലാക്കി ഒരു കമ്പനിയിൽ പോയി ഈവന്റ്സ് പ്ലാൻ ചെയ്യുന്നതിനെ കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അവൻ പറഞ്ഞത് കേട്ടതും നിങ്ങളെ കമ്പനിയെ പറ്റി ഞാൻ ഓൾറെഡി കുറെ കേട്ടിട്ടുണ്ടെന്ന് പറഞ്ഞു ഒരു വീഡിയോ കാണിച്ചു കൊടുത്തു. ഇവർ ഈവന്റ് പ്ലാൻ ചെയ്യാനെന്ന പേരിൽ ഫുൾ അലമ്പാക്കിയിരുന്നു. അത് തന്നെ ഒരുത്തൻ വീഡിയോ ആക്കി യൂട്യൂബിൽ ഇട്ടിരുന്നു. ഷ്യാമിന്റെ അടുത്ത് കാണിച്ച് അപമാനിച്ച് അയാളെ പുറത്താക്കി. എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഫ്രണ്ട്സിന്റെ അടുത്ത് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഷ്യാമിന്റെ ഗേൾ ഫ്രണ്ട് വന്നേ, എന്റെ കമ്പനിയുടെ MD ബർത്ത്ഡേ ആണ് നാളെ, അതിന് ഈവന്റ് എടുത്ത് നിങ്ങൾ നടത്തൂ. ഈവന്റ് കറക്റ്റായി നടത്തിയാൽ ആ കമ്പനിയുടെ ഫുൾ ഈവന്റ്സും നിങ്ങൾക്ക് തന്നെ കിട്ടും. ഇത് കേട്ട ഷ്യാമിന് ഭയങ്കര സന്തോഷമായി. എന്നാൽ അതിനെ പറ്റി സംസാരിക്കാൻ MD വീട്ടിലേക്ക് പോയാൽ MD ഫാമിലിയിലും കുറെ കുടുംബ പ്രശ്നങ്ങളുണ്ട്. ഇതൊക്കെ കണ്ട് സഹിക്കാൻ പറ്റാതെ അയാളുടെ ഇളയ മകനും എന്റെ സ്വത്ത് എനിക്ക് എഴുതി തന്നേക്ക്, ഞാൻ ഒറ്റയ്ക്ക് ജീവിച്ചോളാം എന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ട് അവിടെ നിന്ന് ഇറങ്ങിപ്പോയി. അതോടെ ഫാമിലിയുടെ അവസ്ഥ ഇങ്ങനെ ആയതും ആ ഈവന്റ് തന്നെ ക്യാൻസലായി. ഹീറോക്ക് ഇത് അവസാനത്തെ ചാൻസ് ആയതുകൊണ്ട് ദേഷ്യപ്പെട്ടു പോയ ആ പയ്യന്റെ അടുത്തേക്ക് തന്നെ പോയി. നിന്റെ ഫാമിലിക്ക് നിന്നോട് സ്നേഹമുണ്ടോ ഇല്ലേ എന്ന് നോക്കാൻ ഒരു ഐഡിയ ഉണ്ടെന്ന് പറഞ്ഞു. അവനെ തട്ടിക്കൊണ്ടുപോയ പോലെ കോൾ ചെയ്ത് 100 കോടി തന്നാൽ മാത്രമേ നിങ്ങളുടെ മകനെ വെറുതെ വിടുമെന്ന് പറഞ്ഞു. അത്ര ക്യാഷ് ഒന്നും തന്ന് എന്നെ രക്ഷിക്കാൻ ആരും വരില്ല എന്ന് പറഞ്ഞ് ഇവന് കളിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ചു നേരത്തിൽ തന്നെ അവന്റെ ഫാമിലിയിലുള്ള എല്ലാവരും ഓടി വന്നേ ബാഗിൽ ഫുള്ള് ഉള്ള ക്യാഷ് എല്ലാം വെച്ച് ആധാരം, കുട്ടിയുടെ സ്വർണം, കയ്യിലുള്ള വള പോലും അയച്ച് ആ ബാഗിലിട്ട് കൊടുത്തയച്ചിട്ടുണ്ട്. ഇതെല്ലാം കണ്ടതും ഇവൻ ഇപ്പൊ അവന്റെ ഫാമിലിയുടെ കൂടെ ഒരുമിച്ചു. ഹീറോ വന്ന സ്ഥലത്ത് തന്നെ സർപ്രൈസ് ആയി അവന്റെ അച്ഛന്റെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്തു. അതോടെ ആ കമ്പനിയുടെ ഈവന്റ് ഫുള്ള് ഹീറോ ചെയ്യുന്നത് പോലെ അവൻക്കും ചാൻസ് കിട്ടി.